നമസ്കാരം. ഈ കർക്കിടക മാസം കഷ്ടപ്പാടുകളുടെ മാത്രമല്ല, കഠിനമായ ദോഷങ്ങൾ മാറി ഐശ്വര്യവും ധനസമ്പത്തും വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. കർക്കിടക മാസത്തിലെ കഷ്ടതകൾ മാറി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടെ വീട്ടിൽ ധനയോഗം വരാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും പ്രാർത്ഥിക്കേണ്ട രീതികളും എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകാൻ ഏറ്റവും പ്രധാനം നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയിലാണ്. കർക്കിടകത്തിൽ ദിവസവും രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലോ, അതായത് സൂര്യോദയത്തിന് മുൻപോ അല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യാസമയത്തോ പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുക്കുക. കുളിച്ച് ശുദ്ധിയായി വടക്കോട്ടോ കിഴക്കോട്ടോ അഭിമുഖമായി ഇരുന്നു വേണം പ്രാർത്ഥിക്കാൻ. പൂജാമുറിയിലോ ഉമ്മറത്തോ നിലവിളക്ക് കൊളുത്തി വയ്ക്കുക. വിളക്കിൽ സാധാരണ എണ്ണയ്ക്ക് പകരം നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുന്നത് ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രീതികരമാണ്. വിളക്കിന് മുന്നിലിരുന്ന് മനസ്സേകാഗ്രമാക്കി മഹാലക്ഷ്മി മന്ത്രം ജപിക്കുക. ഓം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മിയെ നമഃ എന്ന ശക്തമായ മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് വീട്ടിലെ നെഗറ്റീവ് ഊർജം മാറ്റി ഐശ്വര്യം കൊണ്ടുവരും. സമയം കുറവാണെങ്കിൽ 9, 27 അല്ലെങ്കിൽ 54 തവണയെങ്കിലും ഇത് ജപിക്കാൻ ശ്രദ്ധിക്കുക. ഇതിനൊപ്പം തടസ്സങ്ങൾ മാറാനായി ഓം ഗം ഗണപതയേ നമഃ എന്ന് ഗണപതി ഭഗവാനെ ധ്യാനിച്ച് മന്ത്രജപം തുടങ്ങുന്നത് വഴിപാടുകൾക്ക് വേഗത്തിൽ ഫലം നൽകും. മന്ത്രജപം പോലെ തന്നെ പ്രധാനമാണ് ഗ്രഹശുദ്ധി. കർക്കിടകത്തിൽ വൈകുന്നേരങ്ങളിൽ വീടും പരിസരവും വൃത്തിയാക്കി സന്ധ്യാദീപം തെളിക്കുമ്പോൾ ചേട്ടാ ഭഗവതി അഥവാ ദാരിദ്ര്യം പടിയിറങ്ങി ലക്ഷ്മി ദേവി ഗൃഹത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് വിശ്വാസം. വീടിൻ്റെ വടക്ക് കിഴക്കേ കോൺ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. കൂടാതെ വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ കനകതാരാ സ്തോത്രമോ മഹാലക്ഷ്മി അഷ്ടകമോ ജപിക്കുന്നതും വിശക്കുന്നവർക്ക് അന്നദാനമോ വസ്ത്രദാനമോ നൽകുന്നതും കടബാധ്യതകൾ മാറി ധനസമൃദ്ധി വരാൻ സഹായിക്കും. സാധിക്കുമെങ്കിൽ ഈ മാസത്തിൽ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ലക്ഷ്മി സൂക്ത പുഷ്പാഞ്ജലിയോ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കുക. വെള്ളിയാഴ്ചകളിൽ ദേവിക്ക് ത്രിമധുരവും സമർപ്പിക്കാം. പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഈ കാര്യങ്ങൾ ചെയ്താൽ ഈ കർക്കിടക മാസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ അറിവ് ഉപകാരപ്രദമായെങ്കിൽ സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സന്ദർശിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മിയെ നമഃ. ഓം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മിയെ നമഃ. ഓം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മിയെ നമഃ.